എത്ര ആയടേ? നമസ്കാരം. ആരാ? ഞാൻ കറ്റാനം കുട്ടിക്കൃഷ്ണൻ. അട്ടക്കുളങ്ങര അംബുജാക്ഷൻ സാർ പറഞ്ഞിട്ട് വന്നതാ. ചെറിയാച്ചോ, അട്ടക്കുളങ്ങര പറഞ്ഞയച്ച ആള് വന്നിരിക്കണോ? അയക്കപ്പെടുന്ന ആള് മിടുക്കനായിരിക്കും എന്നാണല്ലോ അട്ടക്കുളങ്ങര പറഞ്ഞത്. ഫിസിക്കൽ അപ്പിയറൻസിലല്ല, പ്രവൃത്തിയിലാണ് മിടുക്ക്. സാറിനെ പോലെ വെളുത്ത് ചുമന്നിരുന്നിട്ടും കാശിന് കൊള്ളത്തില്ലെങ്കിൽ എന്ത് കാര്യം? ട്രൂപ്പ് മാനേജരായിട്ട് ഇയാളെ മതിയോ അമർക്കുട്ട? അതാ ഞാനും ആലോചിക്കുന്നത്. നാടകാവതരണത്തിന് ആവശ്യമായ സാഹചര്യം ഒരുക്കുക എന്നതാണല്ലോ മാനേജറുടെ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചുവടെടുക്കലല്ലോ. ട്രൂപ്പ് മാനേജറുടെ പണിക്ക് ഈ ബോഡി ധാരാളം മതി. ഈ ബോഡി വെച്ച് ആ പണിയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എന്താ ഉറപ്പ്? തിരുവാതിര തിയേറ്റേഴ്സ് തിരുമൂലപുരത്തിന്റെ പ്രഥമ നാടകമായ ഊരാക്കുടുക്കുകളിൽ ഒരമ്മ നടി ഉൾപ്പെടെ 3 നടികൾ വേണമെന്നാണ് അട്ടക്കുളങ്ങര അംബുജാക്ഷൻ സാർ എന്നോട് പറഞ്ഞത്. KPSC, കാളിദാസ കലാകേന്ദ്രം, കൊച്ചിൻ സംഘമിത്ര, സൂര്യസോമ, വൈക്കം മാളവിക, ചാലക്കുടി സാരഥി, ഇതിലേതൊക്കെ സമയത്ത് നിന്ന് ഏതൊക്കെ നിന്നുള്ള പൊക്കണം സാർമാര് പറഞ്ഞാട്ടെ. ഈ പൊക്കലല്ലാതെ താൻ മര്യാദയ്ക്ക് വിളിച്ച നടികൾ വരില്ലേ? ഈ പൊക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു നാടക ഭാഷയാണ്, അല്ലാതെ മറ്റേ പൊക്കലല്ല. അപ്പോ തന്നെ കൊണ്ട് ആ പൊക്കലിന് പറ്റത്തില്ലേ? ആ പണിയും കൂടി വെച്ചേർക്കുന്ന ചില മാനേജർമാരുണ്ട്, പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല. ഇത്തിരി മെലിഞ്ഞിരിക്കുന്നു എന്ന് കരുതി ഞാനും ഒരു തറവാട്ടി പറഞ്ഞവനാ. അപ്പൊ സാറന്മാര് ട്രൂപ്പ് തുടങ്ങിയത് ഇതിനാണല്ലേ? അയ്യോ കുട്ടികൃഷ്ണ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? അല്ലേ? പിന്നെ തമാശയാണെങ്കിലും അല്ലെങ്കിലും മറ്റേ പണി ഒഴിച്ച് എന്നെ ഏൽപ്പിക്കുന്ന ഏത് പണിയും ഞാൻ ആത്മാർത്ഥയോടെ ചെയ്യാം. പിന്നെ സമയത്ത് പ്രധാന നടന്മാരാരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ കയറി അഭിനയിക്കുകയും ചെയ്യാം. ഓഹോ, ഈ ദേഹത്തിനുള്ളിൽ ഒരു കലാഹൃദയം ഉണ്ടല്ലേ? പിന്നെ എന്റെ ശക്തൻ തമ്പുരാൻ പ്രസിദ്ധമല്ലേ? ആലയും ഇനി ഒന്നും പറയണ്ട, തന്നെ ഞങ്ങൾ ട്രൂപ്പ് മാനേജരായി നിയമിച്ചിരിക്കുന്നു. ആർട്ടിസ്റ്റുകളെല്ലാം കിട്ടിയോ? സുഗന്ധിയുടെ റോളിൽ അഭിനയിക്കേണ്ട നടി മാത്രം കിട്ടിയിട്ടില്ല. ബാക്കി ഏതാണ്ട് എല്ലാവരും ആയിട്ടുണ്ട്. നായികയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ റീഹേഴ്സൽ എങ്ങനെ തുടങ്ങും? അഭിനയ പ്രാധാന്യമുള്ള വേഷമല്ലേ? കണ്ട ആപ്പയപ്പം കിട്ടിയാ പോരല്ലോ. സാർ വിഷമിക്കണ്ട, 2 ദിവസത്തിനകം ഞാൻ പൊക്കിത്തരാം. അല്ല, വിളിച്ചോണ്ട് വരാന്ന്. നിങ്ങൾ ഇറങ്ങുന്നില്ലേ? താലപ്പൊലിയായിട്ട് അഭിനയിക്കാൻ ഇവിടെ ആരുമില്ല, ഒന്ന് ഇറങ്ങിക്കേ. ഇത് മിസ്റ്റർ അലക്സാണ്ടർ, നായക നടൻ. ഹലോ. മഹാനായ അലക്സാണ്ടർ ആണോ അയാള്? ഹീറോ അല്ലേ, ശകല എഡ്വൈറ്റ് കാണും. എവന്റെ കാലാവസ്ഥ ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഒരു സിന്ധിക് ആളെ പോലുണ്ട്. ഇതാണ് ഓടനാവട്ടം ഓമന ചേച്ചി. നമസ്കാരം. 1991 സംസ്ഥാന അവാർഡ് മേടിച്ച നടിയാണ് ഞാൻ. എനിക്ക് എവിടെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അറിയിക്കാം. തൽക്കാലം ക്യാമ്പിലോട്ട് ഒന്ന് മാറിക്കേ. ഇവര് സൂസനെ കൊണ്ട് ഭക്തികാരം വെപ്പിക്കുന്ന തോന്നുന്നു. സാറിന്റെ 2ാമത്തെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാ. പേര് താര. ഇത് കുട്ടിയുടെ വല്യമ്മയും വാൽ നക്ഷത്രവും. എന്താ പേര്? തിരുത. അതൊരു മീനിന്റെ പേരല്ലേ? മീന്റെ പേരാ. ഞങ്ങ കടാപ്പുറക്കാരാ. മകളെ തമ്പി, നമ്മൾ അവതരിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കഥയാണോ? സാറ് പേടിക്കണ്ട, താര പഠിച്ച കുട്ടിയാ. അവള് നല്ല മണി പോലെ സംസാരിക്കും. ഇത് ഞാൻ AKP ചെത്തിപ്പുഴ കേട്ടിട്ടുണ്ടാവും. ഇല്ല, ഞാനിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ, കേട്ടില്ലേ? പരിമളം ചെത്തിപ്പുഴ. നല്ല യാത്രാക്ഷരമുണ്ട്, കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഇവൻ കുഴപ്പമില്ല, നല്ല ഹാസ്യം. ബാക്കിയുള്ളവരൊന്ന് ഇറങ്ങിയട്ടെ. എന്താ വന്ന കാലത്തിൽ നിൽക്കുന്നത്? ഇരുത്താട്ടെ. പരണ്ടിപ്പല കാണുവാ വന്നെടുക്കാനെ കൊണ്ട്. എന്നാത്തിനാ? ഞങ്ങൾക്ക് ഇതിലൊന്നും ഇരുന്ന് ശീലമില്ലേ. അതിനെന്താ, ഒരെണ്ണം ഇത് ഞാൻ പണിയിപ്പിച്ച് തരും. അതുവരെ ഇരിക്കാനെ കൊണ്ട് എന്താ ചെയ്യാ മകളെ? വെല്ലുമ്മച്ചി കുടില് വിട്ട് എങ്ങും പോയിട്ടില്ല, അതുകൊണ്ടാ ഇങ്ങനെ. യവക്കട നിർബന്ധം കൊണ്ട് നാടകത്തിന് വിട്ടെന്നേ ഉള്ളു കേട്ടാ. 10 ക്ലാസ് പഠിച്ചാനെ കൊണ്ട് മീമിക്കാൻ പെണ്ണിന് കുറച്ചില്ലാന്ന്. മീമിക്കാൻ പോയിരുന്നെങ്കിൽ ദിവസവും 150എങ്കിലും കിട്ടുമായിരുന്നു. നാടകത്തിലാകുമ്പോ 100 കിട്ടൂ. നിന്നിട്ട് കാലി കഴിക്കുന്നല്ല, എന്നാതിന്റെ പുറത്താ ഒന്നിരിക്കുന്നത്. അയ്യോ, ഈ തള്ളയിൽ എന്നെ കാണിക്കാനാ പോന്നേ? ഒന്നിരിക്കാൻ. അയ്യോ, എനിക്ക് വയ്യ. എന്റെ നടുവടിച്ച്. നന്നായി. അയ്യോ സൂസന്നെ,
ആരെന്റെ ചക്കവി? ആരാ? എന്ത് വേണം? തുണി മാറുകയായിരുന്നു. നീ പേടിച്ചു പോയല്ലേ? നാണിക്കണ്ട, ഞാൻ ഒന്നും കണ്ടില്ല. നിങ്ങൾ ആരാന്ന് ചോദിച്ചേ? ഞാൻ ഓടരാവട്ടം ഓമന ചേച്ചി, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള നടിയാ. എനിക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെയാണെന്ന് ഓമന കൂട്ടപ്പിള്ള സാർ പറഞ്ഞു. ഏതാണ് എന്റെ മുറി? മുറിയതാണെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്ക്, ഞാൻ ഈ തുണി എടുക്കട്ടെ. തുണി ഉടുത്തേ തീരുന്നുണ്ടെങ്കിൽ ഉടുത്തോ, ഞാൻ ദേ പോകും. ഈ കളരി ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത്? ആ ചെറുപ്പക്കാരിക്ക് വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തതാ. പക്ഷെ ചെറിയാച്ചൻ അതിനെ തന്നെ മുറുക്കി പിടിച്ചു. നിനക്ക് നിർബന്ധമാണ്, ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാം. ആ, ഇനി ചെറുപ്പക്കാരെ കൂടെ കെട്ടിയെടുക്കാത്തതിന് കുഴപ്പമേ ഉള്ളൂ. ദേ, പ്രായമായ 2 ആമ്പിള്ളേരുള്ള വീടാ. അതുകൊണ്ടല്ലേ പ്രായമായവരെ തന്നെ കൊണ്ടുവന്നത്. ഇങ്ങനൊരു ഏടാകൂടം വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. ആരാ ഇതിനകത്ത്? കുറെ നേരമായല്ലോ. എടാ സന്തോഷം, ഒന്നും ഇറങ്ങാൻ. എന്തിനാ ചേട്ടൻ രാവിലെ കിടന്ന് കയറ് പൊട്ടിക്കുന്നത്? അപ്പൊ നീയല്ലായിരുന്നു ഇതിനകത്ത്? അച്ഛനായിരിക്കും. അച്ഛനോട് ആര് പറഞ്ഞു എന്റെ ബാത്റൂമിൽ കയറാൻ? നിന്റെ ബാത്റൂമിൽ കയറിയാൽ എന്താ? അച്ഛന് മൂത്രം പോകത്തില്ലേ? ബഹളം വെക്കണ്ട. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടി അതിനകത്ത്. അവരെ അതിനകത്ത് എന്ത് ചെയ്യാ? ബാത്റൂമിൽ കയറി എന്താ ചെയ്യാ? 1.5 മണിക്കൂറായല്ലോ കയറിയിട്ട്. 1.5 മണിക്കൂറായോ? പിന്നെ ഞാൻ അരി പഠിച്ചോണ്ടിരുന്നപ്പോ കയറിയതാ. പുട്ടും ഉണ്ടാക്കി പപ്പടവും കാച്ചി കഴിഞ്ഞു. കുഴപ്പമായോ ദൈവമേ? ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കടാ. എന്റെ ദൈവമേ, ചെറിയാച്ചോ ഒന്നിങ്ങി വന്നേ. എന്നതാ ചെറിയാച്ചോ, ആ ഓടനാവട്ടെ ഓമന കക്കൂസി കയറി ഓടാൻ പറ്റിട്ട് 1.5 മണിക്കൂറായി. വിളിച്ചിട്ട് ഒരനക്കവും ഇല്ല. അയ്യോ, എങ്കിൽ സംശയിക്കണ്ട, ആത്മഹത്യ. നോക്കി നിൽക്കാതെ പോലീസിൽ അറിയിക്ക്. എന്റെ കർത്താവേ, 1-ാം പ്രതിയാ. എന്റെ ദൈവമേ, വിളിക്കാൻ വരട്ടെ. വന്നേ ചെറിയാച്ചാ, ആടി. ഓടനാവട്ടം. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഈ ഇളവിനെ തന്റെ വീട്ടിൽ നിർത്തിയാ മതി. ഇന്ന് ആണുങ്ങൾ വരുത്തി വെക്കുന്ന പോലെ തലവേദന നോക്കണേ. എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ അവിടെ ഒരു ബഹളം? നിങ്ങൾ അകത്ത് എന്നെ എടുക്കുമായിരുന്നു. ഞാൻ ഡയലോഗ് പഠിക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അത് മനസ്സിൽ പഠിക്കുമ്പോ എങ്ങനെ ശബ്ദം പുറത്തേക്ക് വരുന്നത്? ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ അനങ്ങാത്തത്? ഡയലോഗ് പഠിക്കുമ്പോ ബോംബ് പൊട്ടിയാലും ഞാൻ അറിയത്തില്ല. ഒരു ഗ്ലാസ് ഹോർലിക്സ് എടുത്ത് ഭയങ്കര ക്ഷീണം. തള്ളക്കിപ്പോ ഞാൻ ഹോർലിക്സ് വെറുതെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ കിളവി. കിളവി നിന്റെ അമ്മയുടെ പോണാർന്ന് കിളവി. ആ, താരാന്നല്ലേ പേര്? അതെ, ആര് പറഞ്ഞു? ഈ പേരെന്ന് പറയുന്ന സാധനം എങ്ങനെ രഹസ്യമാക്കി വെക്കാൻ പറ്റുന്നല്ലോ. പറ്റോ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ. എവിടെ വെച്ച്? കഴിഞ്ഞ വർഷം ഞങ്ങൾ നാടകം കളിച്ച സ്റ്റേജില് നിങ്ങളുടെ മിമിക്രി ഉണ്ടായിരുന്നില്ലേ? ഉവ്വ. അപ്പൊ കണ്ടു. അത് ശരി. പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിരുന്നോ? മോഹൻലാലിന് മാത്രം അനുകരിക്കത്തുള്ളൂ. അല്ല, എന്ന് മമ്മൂട്ടി അനുകരിച്ചു. മമ്മൂട്ടിയോ? ഓക്കെ. മറന്നും പുറത്തും ജീവിക്കാൻ ഞാൻ വൈശ്യനോ ശൂദ്രനോ ബ്രാഹ്മണനോ അല്ല. മണ്ണാടിയ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ. ഇനി ജയറാമിനെ. ചേട്ടാ, അച്ഛൻ വിളിക്കുന്നു. പിന്നെ വരാം. നീ വരുന്നില്ലേ? ഞാൻ വന്നോളാം. വന്നാ മതി. നാടകത്തിൽ ആരായിട്ട് അഭിനയിക്കുന്നത്? ഒരു ഇല്ലത്തെ കുട്ടിയായിട്ടാ. ജോഡി ഉണ്ടോ? ഇല്ല. ഒരു തരത്തില് ജോഡി ഇല്ലാത്തതാണ്. സന്തോഷേ, എന്തിനാ മോൻ വന്നത്? വാരികയില് വാരഫലം നോക്കുമായിരുന്നു. എങ്ങനെയുണ്ട് ഈ ആഴ്ച? വലിയ കുഴപ്പമില്ല ആന്റി. എനിക്ക് ജാതകദോഷം വരുത്താതെ എന്റെ മോൻ ചെല്ല്. ഞാൻ പോട്ടെ. വാ, വാരിക കേറി പോടിയത്. ആര് പറഞ്ഞു ഇങ്ങോട്ട് എഴുന്നള്ളാൻ? ഇന്നലെ പോകുമ്പോ കാട്ടിക്കൂട്ടിയതൊക്കെ അത്ര പെട്ടെന്ന് മറന്നോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാ പറ്റില്ല, പറഞ്ഞാ പറ്റില്ല. എന്താ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? കുന്തം വിഴുകിയ മാതിരി നിൽക്കാതെ ഇറങ്ങി പോവൂ. തമ്പി, താനല്ലേ പറഞ്ഞ ആള് ഡീസന്റ് ആണെന്ന്. ഇതാണോ ഡീസൻസി? പാട്ട് കേട്ടത് പോരെ, പോവാം. അല്ല, ഇതാര് തമ്പി സാറോ? വന്നിട്ട് ഒത്തിരി നേരായോ? ഞങ്ങൾ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയി. സാറ് വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു. ഇരിക്കൂ. 1-ാം രംഗത്തിന്റെ ക്ലൈമാക്സ് എഴുതുമായിരുന്നു. ഇളമക്കരയില്ലത്തെ അച്ഛൻ നമ്പൂരിയും
ആനക്കാരൻ അച്ഛനാരുമായി ഇടയുന്നിടത്താണ് ആദ്യ രംഗത്തിന്റെ കത്തം വീഴുന്നത്. ആനക്കാരോട് അച്ഛനമ്പൂരി ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എന്താ കാര്യം? എന്താ കാര്യം? സുബ്രഹ്മണ്യൻ നമ്പൂരിയുടെ മോൾക്ക് ആനക്കാരന്റെ മോൻ നന്ദഗോപാലിനോട് പ്രേമം. അപ്പോ സബ്ജക്ട് അല്പം പഴയതാണല്ലേ? ഇല്ലോ നമ്പൂരി ആനക്കാരനെ കൊണ്ടെന്ന് വെച്ച് പ്രമേയം പുതിയതാ. ഉത്സവപ്പറമ്പിലും ഫൈനാൻസിലും ഒരുപോലെ ഏൽക്കുന്ന സബ്ജക്ട്. സുബ്രഹ്മണ്യൻ നമ്പൂരിയുടെ റോളിലേക്ക് തമ്പി സാറിനെയാണ് ഉദ്ദേശിക്കുന്നത്. കലക്കണം. ആനക്കാരൻ അച്യുതൻ നായരുടെ റോള് അല്പം റിസ്കാ. അതിന് വേറെ ആരും നോക്കണ്ട, ഞാൻ തന്നെ ചെയ്യാം. അത് കൊള്ളാം. മാഷാവുമ്പം വേഷം മാറണ്ട, ഒരു തോട്ടി കൈ തന്നാ മതിയല്ലോ. ട്രൂപ്പിന്റെ പാർട്ട്നേഴ്സാ. ഓ, തമ്പി സാറ് പറഞ്ഞിരുന്നല്ലോ, റിട്ടയർഡ് കാലാവസ്ഥാ നിരീക്ഷണവും മൃഗസംരക്ഷണവും. ചുമ്മാതല്ല, നാടകജ്ഞാനം വളരെ കമ്മിയാ. പേര് വല്ലതുമായോ? അത് പറയാൻ മറന്നു. ഊരാക്കുടുക്കുകൾ, അതാണ് പേര്. എങ്ങനെയുണ്ട്? ആദ്യത്തെ നാടകമായതുകൊണ്ട് അങ്ങനെ ഒരു പേര് വേണോ? അതെന്താ? അല്ല, അറം പറ്റുക എന്നൊക്കെ പറയാറില്ലേ? ഓ, എന്റെ തമ്പി സാറേ, നിങ്ങളൊക്കെ ഇപ്പോഴും ഈ അന്ധവിശ്വാസങ്ങളുടെ ലോകത്തിലാണോ ജീവിക്കുന്നത്? ഞാനിതൊരു 38 നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തു. എന്റെ എല്ലാ നാടകങ്ങളുടെ പേരും നെഗറ്റീവാ. ഭൂകമ്പം, ദുരന്തം, വിഷമവൃത്തം, അപസ്മാരം, അസ്ഥികൂടം, അമേദ്യം. ആ നാടകം സാറ് കണ്ടല്ലേ? അതും 375 സ്റ്റേജ് ഓടിയതാ. നമ്മുടെ ഈ സബ്ജക്റ്റിന് ഊരാക്കുടുക്കുകൾ എന്നല്ലാതെ വേറൊരു പേരിടാനില്ല. അത്രയ്ക്ക് സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ് നാടകത്തില്. അത് നാടകത്തിൽ മാത്രം ഒതുങ്ങുന്നാ മതിയായിരുന്നു. ട്രൂപ്പിൽ നിങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ നാടകത്തിൽ മാത്രം ഒതുക്കുന്ന കാര്യം എനിക്ക് സംശയ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ള ഞരമ്പ് രോഗികൾ പണം മുടക്കാൻ ഉള്ളതുകൊണ്ടാണ് നാടകവും സിനിമയൊക്കെ നിലനിൽക്കുന്നത് തന്നെ. പിന്നെ തിരുവാതിര തിയേറ്റേഴ്സിന്റെ ആദ്യ നാടകമായതുകൊണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ പേര് കേട്ടവരായിരിക്കണം. അവരൊക്കെ വലിയ വലിയ ട്രൂപ്പുകളായിരിക്കും. പക്ഷേ എന്റെ നാടകം എന്ന് പറയുമ്പോ അവർക്ക് താല്പര്യം കാണും. എന്നാലും അവർക്ക് അഡ്വാൻസ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് സാരമില്ല. നല്ല നടികൾക്കൊന്നും നാടക ട്രൂപ്പിൽ ക്ഷാമാണെന്നറിയാലോ. ആണോ? ആണിന്റെ കാര്യമല്ല, പെണ്ണിന്റെ കാര്യം. 2-3 പേരെ അഡ്രസ് ചെയ്യാൻ തരാം. ഇന്ന് തന്നെ ഒന്ന് അന്വേഷിക്കാം. ആ കടയിൽ ചോദിക്കാം. ആലിമ്മൂട്ടിൽ കമലത്തിന്റെ വീട് എവിടാ? ഇവിടുന്ന് കുറെ തെക്കോട്ട് പോകുമ്പോ റോഡ് സൈഡില് ഒരു ഓടിട്ട വീട് കാണാം. അതാ. താങ്ക് യു. വയസ്സാം കാലത്ത് കമലത്തെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നു. 50ലും ആശയി വരും. വഴി പറഞ്ഞെന്ന പയളന്തിനാ ഒരു ആക്കിയ ചിരിയിരിച്ചേ. നാട് ചീത്തയായി പോയി. വന്ന് വന്ന് വഴി പോലും ചോദിക്കാൻ വയ്യെന്നായി. വാ പോവാം. കേറ്. നാണക്കേടായി പോയി. നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? ഒന്ന് പതുക്കെ പറ, സുമിത്ര എന്റെ കേക്കും. കേക്കട്ടെ. വയസ്സാം കാലത്ത് ഭർത്താവ് പെണ്ണുങ്ങളെ തിരക്കി നടക്കുന്ന കാര്യം സുമിത്രാനി അറിയട്ടെ. എന്റെ പൊന്ന് ജയമോഹന, നാടക നടി കമലത്തിന്റെ ഇവിടെ അന്വേഷിച്ചാ ഞങ്ങൾ പോയത്. ആ പേര് മറ്റേ തൊഴിലിൽ നിന്ന് ഒരുത്തി ഇവിടെ ഉണ്ടെന്ന് സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്ന പട്ടാപ്പകല് പോവോ? അപ്പൊ രാത്രി പോകുന്നല്ലേ? അതേലപ്പോ പോയെന്നിരിക്കും. സർക്കാർ കണക്കിലെ വയസ്സായിട്ടുള്ളൂ. മനസ്സിൽ ഇപ്പോഴും 17 നടപ്പാ. ആ പ്യൂൺ ഗോവിന്ദൻ എന്നോട് സംഗതി പറഞ്ഞപ്പോ എന്റെ തൊലിയം കുരിഞ്ഞു പോയി. അതിനെന്താ, ഉടനെ തന്നെ പുതിയ തൊലി വന്ന് നകർന്നല്ലോ. സാരമില്ല. അപ്പോ നാടക സമിതിയും കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പരിപാടി അല്ലേ? വീട് മാറി കയറിയെന്ന് വെച്ച് പ്രോജക്ട് നിർത്തേണ്ട കാര്യമുണ്ടോ ജയ? നിർത്തണ്ട. ഇനി ഇതിലും വലിയ അബദ്ധങ്ങൾ ചെന്ന് ചാടും. അപ്പൊ പഠിച്ചോളൂ. അച്ഛനോടും പറഞ്ഞുതരും. നടിയെ അന്വേഷിച്ച് നിങ്ങൾ തന്നെ പോണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നാടക മുതലാളിമാര് നടിയെ തപ്പി നടന്ന അതിന്റെ കുറച്ചില് ട്രൂപ്പിനല്ലേ. ഒരു മാനേജർ ഇല്ലാതെ ട്രൂപ്പ് നടത്താന്ന് കരുതിയോ നിങ്ങൾ? ഞങ്ങൾ ഓഫീസേഴ്സ് 3 പേരുള്ളപ്പോ അങ്ങനെ ഒരു പോസ്റ്റിന്റെ ആവശ്യമുണ്ടോ? ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ഫയലിന്റെ ചോട്ടിൽ 2 വാചകത്തിൽ ഒബ്ജക്ഷൻ നോട്ട് എഴുതുന്ന പോലെയല്ല നാടക സംഘാടനം. ഇങ്ങോട്ടൊന്ന് അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയ കിടക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ അട്ടക്കുളങ്ങര ഗസറ്റഡ് റാങ്കിൽ നിന്ന് കീഴ് ജീവനക്കാരെ കിടുകിട വിറപ്പിച്ച നമ്മളെ അയാൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? അത് ശരിയാ. ഒരു പീറ നാടകക്കാരന്റെ മുമ്പിൽ നമ്മൾ തലകുണിക്കേണ്ട കാര്യം എന്താ? നിങ്ങളൊന്നടങ്ങ്. നമ്മൾ ഭരിച്ച വകുപ്പുകൾ പോലെ അല്ലിത്. ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നമുക്ക് അല്പം തല താഴ്ത്തേണ്ടി വരും. താഴ്ത്താ അല്ലേ? എന്താ ഒരു ഗൂഢാലോചന? ട്രൂപ്പിന്റെ മാനേജരായിട്ട് നല്ലൊരു കക്ഷിയെ വെക്കാമെന്ന് പറയുമായിരുന്നു. പറ്റിയ ഒരാളെ ഞാൻ തരാം.
കഴിഞ്ഞ 15 വർഷമായിട്ട് മാനേജർ പണി നോക്കുന്ന ആളാ. ബഹുവും എടുക്കനാ. കറ്റാനം കുട്ടികൃഷ്ണൻ. ആള് കാലത്തങ്ങളെത്തും. പിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചതേ ഇല്ല. പ്രദീപിനെ ഒരിക്കൽ ബാങ്കിൽ വെച്ച് കണ്ടപ്പോ അവൻ പറഞ്ഞു നീ ഏതോ നാടക ട്രൂപ്പിലാണെന്ന്. ഒരു ജോലിക്ക് വേണ്ടി കുറെ അലഞ്ഞളിയാ. ആ നാടകത്തിൽ ഇങ്ങനെ തമാശ പറഞ്ഞ് ജീവിക്കാനായിരിക്കും വിധി. നിന്റെ പ്രേരണയിലായിരിക്കും അല്ലേ അച്ഛൻ ട്രൂപ്പ് തുടങ്ങിയത്? ഞാനിപ്പോഴീ പൊല്ലാപ്പിനെതിരാ. എതിരാ? കോളേജിൽ പഠിക്കുമ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ നീ ചാടി ഇറങ്ങുമായിരുന്നല്ലോ അഭിനയിക്കാൻ. ഇപ്പൊ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥനായപ്പോ ഇതൊക്കെ കുറച്ചിലായല്ലേ? അതല്ല പരിമള, കലയോടൊക്കെ ഇപ്പോഴും താല്പര്യം തന്നെ. പക്ഷെ അച്ഛനും കൂട്ടുകാർക്കും പറ്റിയ പണിയാണോ ഇത്? ഇനിയിപ്പോ അഭിനയിക്കണമെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങണോ? ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ട്രൂപ്പ് തുടങ്ങിയാലല്ലേ ഞങ്ങളെ പോലുള്ള കുടുംബങ്ങൾക്ക് ഒരു ഗതിയുള്ളൂ. എടാ, ഈ കിളവന്മാര് നല്ല ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയെന്ന് ആര് കണ്ടു? ഓമനക്കുട്ടൻ പിള്ളയമ്മാവൻ ആളത്ര ശരിയല്ല. ഓ പിന്നെ ഇനിയിപ്പോ നാട്ടുകാരെ മുഴുവൻ സന്മാരുകളാക്കാൻ നീ ആര് ഹരിചന്ദ്രന്? അളിയൻ സഹകരിച്ചില്ലെങ്കിലും വേണ്ടില്ല, പാര വെച്ച് കുളമാക്കല്ലേ പ്ലീസ്. ഇറങ്ങിക്കോളൂ. രജനിയല്ലേ അത്? അങ്ങോട്ടിരുന്നോളൂ, ഞാൻ ഡയറക്ടർ ഒന്ന് കാണട്ടെ. രജനി അഭിനയിക്കാമെന്നാണോ? അതെ, സുഗന്ധിയുടെ റോളില്. അവര് അഭിനയം നിർത്തിയെന്നാണല്ലോ കേട്ടത്. മാഷ് എന്നെ പറ്റി എന്താ വിചാരിച്ചത്? കഴിവുള്ള നടികളെ അങ്ങനെ വീട്ടിലിരിക്കാൻ ഈ കറ്റാനം കുട്ടികൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ രജനിക്ക് വീണ്ടും അഭിനയം തുടങ്ങാൻ തോന്നില്ല. ഇനി നോക്കിക്കോ, ഊരാക്കുടുക്കുകൾ കുറഞ്ഞത് 400 സ്റ്റേജ് ഉറപ്പാ. അത് ശരി. അപ്പൊ ഞങ്ങളെ കൊണ്ടൊന്നും ഈ നാടകത്തിൽ വലിയ കാര്യമില്ലെന്നാണോ മാഷ് പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. അലക്സാണ്ടർ എന്തിനാ വാക്കുകൾക്ക് വേണ്ടാത്ത വ്യാഖ്യാനം കൊടുക്കുന്നത്? രജനി തന്റെ നായികയായിട്ട് അഭിനയിക്കുന്നതിൽ അഭിമാനിക്കല്ലേ വേണ്ടത്? എവിടെ അവരുടെ വീട്? കുറച്ച് വടക്കാ, ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ വരും. അതും ഇത് പറഞ്ഞ് സമയം കളയാതെ അഡ്വാൻസും കൊടുത്ത് എഗ്രിമെന്റ് ഒപ്പിടിക്കാൻ നോക്ക്. ഞാൻ ആ സീനൊന്ന് പോളിഷ് ചെയ്യട്ടെ. മാഷ് പറഞ്ഞതാ കാര്യം. രജനി അഭിനയം തുടങ്ങിയെന്നറിഞ്ഞാൽ തപ്പിക്കൊണ്ടുപോകാൻ 100 ആള് വരും. വൈശാഖൻ സഹകരിക്കുന്ന ട്രൂപ്പുകാരി തന്നെ രജനി എത്ര പ്രാവശ്യം ട്രൈ ചെയ്തതാ. ആരായി വൈശാഖൻ? രജനിയുടെ ഭർത്താവ്. അയാളെന്ന് അറിയപ്പെടുന്ന ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാ. ഓഹോ, മിസസ് രജനിയെ എവിടെ താമസിപ്പിക്കും? ആ, അതോർത്ത് സാറ് വിഷമിക്കണ്ട. രജനി ക്യാമ്പിൽ തന്നെ കഴിഞ്ഞോളും. ആരും ശല്യത്തിന് ചെല്ലാതിരുന്നാ മതി. രജനി. ആഹാ, രജനിയായിരുന്നോ? ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചേച്ചി ഈ സമിതിയിലുണ്ടെന്ന് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. ആ, ഞാൻ വന്നിട്ട് 4-5 ദിവസമായി. രജനി വീണ്ടും അഭിനയിക്കാൻ ഇറങ്ങിയ കാര്യം എനിക്കറിയില്ല കേട്ടോ. അച്ഛന് തീരെ വയ്യാണ്ടിരിക്കുക. പണത്തിന് ഒരുപാട് ആവശ്യമുള്ള സമയമാ. കുട്ടിക്കൃഷ്ണൻ വന്ന് നിർബന്ധിച്ചപ്പോ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. വൈശാഖന് ഇപ്പൊ ഏത് ട്രൂപ്പിലാ? ഈ വർഷം ഏത് ട്രൂപ്പിലാ പോണെന്ന് അറിഞ്ഞില്ല. ഓടനാവട്ടം എന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യമാഷേ, അവളെ അഭിനയം നിർത്തിയതൊന്നല്ല. ആരും വിളിക്കാതെ ഇപ്പൊ വീട്ടിലിരിപ്പായതാ. വിളിക്കാതിരിക്കാൻ കാരണം എന്താ? ആ വൈശാഖനെ പേടിച്ചിട്ട്. രജനി സഹകരിക്കുന്ന ട്രൂപ്പിലൊക്കെ ചെന്ന് അവ പ്രശ്നമുണ്ടാകും. എന്തിനും തയ്യാറായി നടക്കുന്ന ഒരു മുട്ടാളനാണ് ഇവളുടെ ഭർത്താവ്. ഒരു ട്രൂപ്പിൽ ക്യാമ്പ് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോ വൈശാഖം വന്ന് രജനിയെ പുറത്തു പോവാൻ വിളിച്ചു. രാമരാജനായിരുന്നു സംവിധായകൻ. അയാള് വിട്ടില്ല. എന്തോ രഹസ്യം പറയാൻ വരുന്നത് പോലെ രാമരാജന്റെ അടുത്ത് വന്ന് മോന്തക്കിട്ട് ഒറ്റയടിയ. പൈപ്പിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ അല്ലേ മൂക്കിന്ന് ചോര വന്നത്. ഇനിയിപ്പോ എന്നാ ചെയ്യും? അത് ഈ വയസ്സുകാലത്തെ ശരീരം തല്ലുകൊണ്ട് ചതയുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്. ഛോ,